മൈ ഡിയർ നീറ്റ് ആസ്പയറൻസ്. ഇന്ന് ടീച്ചർ രാവിലെ സൈലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫോൺ കോൾ ഉണ്ടായിരുന്നേ. അപ്പോൾ ആള് പഠിക്കുന്ന ആളാണ്, MBBS തന്നെ വേണമെന്ന് നിർബന്ധമായിട്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ചോദ്യം ഇതാണ്: ടീച്ചർ, എനിക്ക് ബയോളജിക്ക് 360 ഔട്ട് ഓഫ് 360 എങ്ങനെയാണ് കിട്ടുന്നത്? കാര്യം പുള്ളിക്കാരി കമ്പാരിറ്റീവ്ലി ബയോളജി വെച്ച് നോക്കുമ്പോൾ ഫിസിക്സ് കുറച്ച് വീക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബയോളജിയിലാണല്ലോ നമ്മൾ മുന്നിട്ട് കയറേണ്ടത്. ബയോളജിയിൽ ഫുൾ മാർക്ക് എന്നുള്ളത് നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതുമാണല്ലോ അല്ലേ? അതിൻ്റെതായ രീതിയിൽ നമ്മൾ ബയോളജിയെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബയോളജിക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്ത് നമ്മുടെ ടോട്ടൽ നമുക്ക് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണല്ലോ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി ചോദിക്കുന്നത്, എനിക്ക് ഫുൾ മാർക്ക് വേണം ബയോളജിക്ക്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? കാര്യം ഇനി ഏകദേശം ഒരു 60ഓളം ദിവസങ്ങളാണ് നീറ്റ് എക്സാമിന് മുന്നോടിയായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് എങ്ങനെ റിവിഷൻ ഫേസിൽ നമ്മൾ ബയോളജി എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് ഡൗട്ട്. അപ്പോൾ ഈ ഒരു ഡൗട്ട് ഒരുപാട് കുട്ടികൾക്കുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ സ്ഥാപനങ്ങളിലും, എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളിലെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുകയും NCERT ടെക്സ്റ്റ് വളരെ തറവായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയും അതിനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുകയും ഒരുപാട് എക്സാംസ് എഴുതിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ ഇനി NCERT ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നിട്ട് ഇനി കാര്യമില്ല. കാരണം ഒരു ബയോളജി ഫുൾ മാർക്കൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കുട്ടി എന്തായിരുന്നാലും NCERT ടെക്സ്റ്റ് ഇതിനോടകം ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ എത്രത്തോളം പ്രാവശ്യം NCERT വായിക്കുന്നു അത്രത്തോളം നമുക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതൊക്കെ ആദ്യമേ കുട്ടികൾക്ക് കൺവേ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കാരണം കുട്ടികൾ അതെന്തായാലും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും എടുത്ത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ NCERT ടെക്സ്റ്റ് വായിച്ചിരിക്കുന്ന ഈച്ച് ആൻഡ് എവറി സെൻറ്റൻസ്, ഈച്ച് ആൻഡ് എവറി വേർഡ്, ഡയഗ്രത്തിൻ്റെ ലേബിളിംഗ് ഇല്ലാത്ത ഡയഗ്രം ആണെങ്കിൽ ലേബിൾ ചെയ്ത് നമ്മളത് പഠിക്കുക. പിന്നെ ഡയഗ്രത്തിൻ്റെയൊക്കെ കൂടെ കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ നോട്ട്സ്, ടേബിളുകൾ, ഫ്ലോ ചാർട്ടുകൾ, യെല്ലോ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ 100% തറവാക്കി പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ NCERT തറവാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ NCERT മാത്രമായിട്ട് പല ചാപ്റ്ററുകളിലും നിൽക്കാനും പറ്റില്ല. കാരണം NCERTയിൽ പല സ്റ്റേറ്റ്മെൻറ്റും ഇൻകംപ്ലീറ്റ് ആയിട്ട്, അതായത് അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ റീസൺ നമ്മൾ തനിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ NCERTയുടെ പുറത്തുനിന്നും കൂടെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും. കാരണം കോൺസെപ്റ്റ് ഒരു ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. നമ്മൾ നിർബന്ധമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചാലേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ NCERTയിൽ ഇല്ലാത്ത ഫാമിലീസ് അല്ലെ, പ്ലാൻ ഫാമിലീസ് നീറ്റിൻ്റെ സിലബസിൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമെല്ലാം നമ്മൾ പുറത്തുനിന്ന് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ധാരാളം പ്രതീക്ഷിക്കാം ഈ പ്രാവശ്യത്തെ നീറ്റിന്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ആണ്. അല്ലാതെ NCERT ടെക്സ്റ്റിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും എല്ലാ വേർഡ്സും നമ്മൾ കാണാതെ പഠിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇൻ ദ സെൻസ് അതിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എൻ്റെ ഒരു തോന്നലാണ്. കാരണം അറിയാലോ, ചാപ്റ്റേഴ്സ് കുറേ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോമ്പറ്റീഷൻ ടഫാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്കും ടെക്സ്റ്റിനകത്തുള്ള കോൺസെപ്റ്റുകൾ വെച്ച് തന്നെ ഒത്തിരി എന്താ പറയുക, കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബയോളജി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കാരണം നമ്മൾ NCERT ടെക്സ്റ്റ് ഇങ്ങനെ വായിച്ച് അത് മാത്രമല്ല, ചില കുട്ടികൾ വായിക്കുമ്പോഴത്തേക്കും വായിക്കാൻ വേണ്ടി വായിക്കുന്നു പോലെ, അതായത് നമ്മൾ അതിനകത്ത് എന്താണ് വായിക്കുന്നത്, അതിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, ഇതൊന്നും നമ്മൾ ക്ലിയർ ആയിട്ട് ചിന്തിക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ഇങ്ങനെ എത്ര പ്രാവശ്യം വേണോ, എത്ര സമയം എടുത്ത് വേണോ അങ്ങനെ വായിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ അതൊരു എന്താ പറയുക, ആ ഒരു റീഡിങ് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം വരില്ല. അതായത് നമ്മൾ എന്താണോ വായിക്കുന്നത്, നമ്മൾ ഓരോ വേർഡും, അതാണ് അതിൻ്റെ പ്രത്യേകത. ബയോളജിയിൽ നമ്മൾ ഓരോ വേർഡ് വായിക്കുമ്പോഴും അതെന്താണ്, ആ ചാപ്റ്ററിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ്, ചാപ്റ്ററിൻ്റെ മറ്റ് കോൺസെപ്റ്റുകളുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, മറ്റ് ചാപ്റ്ററുകളുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, ഇങ്ങനെ നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ട് വേണം. അതൊരു ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് തിങ്കിങ് എന്ന് പറയും. അപ്പോൾ അത് ഓരോ ചാപ്റ്ററിൻ്റെയും കോൺസെപ്റ്റ് അത്ര ക്ലിയർ ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിക്കാണ് ആ തരത്തിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തനിയെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാം. ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ കോൺസെപ്റ്റ് വായിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് തനിയെ തന്നെ ക്വസ്റ്റ്യൻസ് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും ആ സ്റ്റേജുകളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സാധാരണ നമ്മൾ എൻട്രൻസ് കോച്ചിങ്ങിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റേജുകളൊക്കെ കടന്നു വരേണ്ട സമയമായി. ഇനി നമ്മൾ ഫുൾ ടോപ്പിക് മോഡൽ എക്സാംസ് ഒക്കെയാണല്ലോ നടത്തിവിടുന്നത്. അപ്പോൾ
ആ എക്സാംസിന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും നമ്മളിങ്ങനെ ടെക്സ്റ്റ് എടുത്ത് വെച്ച് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം വായിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് വലിയ നേട്ടം ഇല്ല. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം ഈ ഒരു ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തനിയെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒത്തിരി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് എക്സാമായിട്ട് തന്നെ ചെയ്യാം. എക്സാമായിട്ട് അപ്പോൾ നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഇഷ്ടംപോലെ എക്സാംസ് ഇടുന്നുണ്ട്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിലുപരി നിങ്ങളായിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് നിങ്ങൾ ചെയ്യുക. ഒത്തിരി ബുക്സൊക്കെ ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അതിൻ്റെ ആൻസർ കീ നോക്കി ആൻസറിലേക്ക് വരരുത്. നിങ്ങൾ തനിയെ തന്നെ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. നമുക്ക് ടെക്സ്റ്റിനകത്ത് ഉള്ള പോർഷൻസ് വായിച്ച് നമ്മൾ തനിയെ ആൻസറിലേക്ക് വരിക. പറ്റുന്നില്ല എങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് തേടുക. കാര്യം എന്താ വെച്ചാൽ നമുക്ക് മിക്കവാറും ബുക്സിൽ ചിലപ്പോൾ ആൻസർ കീ ഒക്കെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. ആൻസർ കീ തെറ്റി കിടക്കുന്ന കേസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരരുത്. നിങ്ങൾ തനിയെ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിച്ച് പറ്റുന്നില്ല എങ്കിൽ മാത്രം വേണം നമ്മൾ ആൻസർ കീ നോക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൂടാതെ ബാക്കി ഓപ്ഷൻസ് ഉണ്ടല്ലോ, ആ ഓപ്ഷൻസിനെ പറ്റിയും കൂടെ നിങ്ങൾ ചിന്തിക്കുകയും അതിനെപ്പറ്റി നിങ്ങൾ പഠിക്കുകയും ആ ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വന്നില്ല, അല്ലെങ്കിൽ ഈ ഓപ്ഷൻ എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസും കൂടെ ചെയ്യണം. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടൊക്കെ ആ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണെന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ അവിടെ വെച്ച് നമ്മൾ വിട്ടിട്ട് പോകരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴായിരിക്കും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം നമ്മൾ നല്ലോണം തറവായിട്ട് വായിച്ചു എന്ന് നമ്മൾ കരുതുന്ന ചാപ്റ്ററുകളിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചില ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഉടനെ തന്നെ ടെക്സ്റ്റ് എടുത്ത് നോക്കുന്നു. അപ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില വേർഡ്സ് അല്ലെങ്കിൽ സെനൻസുകൾ, കോൺസെപ്റ്റുകൾ നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ എത്ര തറവായിട്ട് വായിച്ചാലും ചില സെനൻസുകൾ നമ്മുടെ മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടാവും, മറന്നു പോകും. ബയോളജി അത് സ്വാഭാവികമാണ് കേട്ടോ. അത് ആർക്കെങ്കിലും കുറച്ച് പേർക്ക് പറ്റുന്ന കാര്യമില്ല. നമ്മൾ ബയോളജി എത്ര തന്നെ നമ്മൾ വായിച്ചാലും പഠിച്ചാലും റിവൈസ് ചെയ്താലും ഒക്കെ ചില കോൺസെപ്റ്റ്, ചില വേർഡ്സ്, ചില സെനൻസുകൾ നമ്മുടെ മൈൻഡിൽ തങ്ങി നിൽക്കാതെ പോകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ അതിലേക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മിനിമം നമ്പർ ഓഫ് ടൈംസ് നമ്മൾ NCERT വായിച്ചിരിക്കേണ്ടത്, ബയോളജി NCERT വായിച്ചിരിക്കേണ്ടത് ഒരു 20 ടൈംസ് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. 20 ടൈംസ് മിനിമമാണ് കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണോ നിങ്ങളാൽ കഴിയുന്ന എത്ര പ്രാവശ്യം NCERT വായിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വായിച്ചതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, ഉറപ്പാണ്. പ്രൊവൈഡഡ് നിങ്ങൾ കോൺസെപ്റ്റ് അത്ര ക്ലിയർ ആയിട്ടുണ്ട് എങ്കിൽ കേട്ടോ, അപ്പോഴാണ് നമുക്കത് ഉറപ്പ് തരാൻ പറ്റുന്നത്, ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് തരാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് സാധാരണ കുട്ടികൾ ചോദിക്കും ഏത് വർഷം മുതൽക്കുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കേണ്ടത്. നോക്കിയപ്പോൾ പഴയ സിലബസ് എന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുന്ന NCERTക്ക് മുന്നേ ഉള്ള NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ ഒത്തിരി ഔട്ടും ഒക്കെ ആ സമയങ്ങളിൽ ഈവൻ കേരള എൻട്രൻസിലാണെങ്കിൽ പോലും ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്രയും മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഉപകാരം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ചെറുതായിട്ട് ദോഷം ചെയ്യുകയും ചെയ്യും. കാരണം ഒത്തിരി ഔട്ടൊക്കെ പോയി നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു വിഷമവും കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മൈൻഡ് ഡിവൈഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ടെൻസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 2010 മുതൽക്കൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അല്ല എങ്കിൽ പിന്നെ മുന്നത്തെ പഴയ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യണം ക്വസ്റ്റ്യൻസ്. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് ടൈം വേസ്റ്റ് ഒക്കെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളങ്ങനെ നോക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ 2010 മുതൽക്കുള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഫാമിലീസ്, അപ്പം പുതുതായിട്ട് ആഡ് ചെയ്ത ഫാമിലീസ് നമുക്ക് 2010 മുതൽക്കുള്ള ക്വസ്റ്റ്യൻസിൽ കാണത്തില്ല. അത് പഴയ ക്വസ്റ്റ്യൻസിലൊക്കെ ഉള്ളൂ. കാരണം പണ്ട് ഈ പറഞ്ഞ ഫാമിലീസൊക്കെ പണ്ട് കുട്ടികൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് നിങ്ങൾ എക്സ്ട്രാ റീഡിങ്ങോ അല്ലെങ്കിൽ എക്സ്ട്രാ ബുക്സ് എടുത്ത് വെച്ചിട്ട് ഇപ്പം ഏറ്റവും പുതിയ എഡിഷൻസ് ഓരോ പബ്ലിഷേഴ്സിൻ്റെ ഏറ്റവും പുതിയ എഡിഷൻ്റെ ബുക്കിലൊക്കെ MCQ ബുക്കിലൊക്കെ പുതിയ ഫാമിലീസിൻ്റെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ കുറേയേറെ എഫേർട്ട് വേണം കേട്ടോ. അല്ലാതെ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഇടുന്ന ക്വസ്റ്റ്യൻസിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ അല്ലെങ്കിൽ അത് മാത്രം നമ്മൾ ചെയ്ത് പോകാതെ നിങ്ങൾ തന്നെ കുറേയേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ ടെൻഷൻ എന്ന് പറയുന്ന കാര്യം, അതൊക്കെ നമ്മൾ എല്ലാ മോട്ടിവേഷൻ ക്ലാസ്സുകളിലും നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും എല്ലാം പറയുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഒട്ടും ടെൻഷൻ വേണ്ട കേട്ടോ. ഒട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ചെറിയൊരു പേടിയൊക്കെ കാണും. എക്സാം എന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഓവർ ടെൻഷൻ അനാവശ്യമായിട്ടുള്ള കാര്യം. കാരണം എന്തായാലും നമുക്ക് മെയ് 5-ാം തീയതി നീറ്റ് പരീക്ഷ അറ്റൻഡ് ചെയ്താലേ പറ്റുള്ളൂ. നമ്മുടെ ടാർഗറ്റ് എന്താണ് അത് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പരീക്ഷ നന്നായിട്ട് അപ്പിയർ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് അപ്പിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒരുപോലെ നല്ലതായിരിക്കും, ഇമ്പ്രൂവ് ചെയ്യണം. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ഡയറ്റ് കീപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മൈൻഡിന്, നമ്മുടെ ബ്രെയിനിന് നല്ലൊരു ഹെൽത്തും കൂടെ
കൂടെ പ്രൊവൈഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ചിന്താരീതികളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് നല്ല ഹോർമോണുകൾ ബോഡിയിൽ ഉണ്ടാവുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റുപാടും വേണം. അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ തന്നെ നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക. നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് എക്സാം അപ്പിയർ ചെയ്യാം. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിനൊരു അവസാനം വരെയാണ്. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുക കേട്ടോ. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ വേറെ ഒരു ആക്ടിവിറ്റീസും ഇല്ലാണ്ട് ഈ പഠനം തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. അപ്പോൾ അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുക, എല്ലാം നല്ലതേ വരുള്ളൂ എന്ന് ചിന്തിക്കുക. അപ്പം നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്ന രീതികളിലെല്ലാം നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അത് നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ചത് കളഞ്ഞേക്കരുത്. അപ്പോൾ പോസിറ്റീവ് ഹോർമോൺസ്, ഗുഡ് ഹോർമോൺസ് ബോഡിയിൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു മൈൻഡ് കൂട്ടിയിരിക്കണം, ഹെൽത്തി ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബയോളജിക്ക് 360 ഔട്ട് ഓഫ് 360 മേടിച്ച് നിങ്ങൾ വർക്ക് ചെയ്തതിനനുസരിച്ച് നിങ്ങൾ എത്രത്തോളമാണ് നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നത്, എത്രത്തോളമാണ് റിവൈസ് ചെയ്തിരിക്കുന്നത്, അതിനനുസരിച്ചുള്ള മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഡിയർ ചിൽഡ്രൻ, എപ്പോഴും ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ട്, പാരൻസിൻ്റെ പ്രാർത്ഥനയോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയുമുണ്ട്. സോ ഒരു ടെൻഷനും പേടിയും ഇല്ലാതെ വർക്ക് ചെയ്യുക, ഓക്കെ? പഠിക്കുക, റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഓക്കെ? സോ ഓൾ ദി ബെസ്റ്റ്.